നമ്മുടെ മുഖ്യമന്ത്രി താമസിക്കുന്ന ക്ലിഫ് ഹൗസിൽ പുതിയ വാട്ടർ ടാങ്ക് പണിയുന്നതിന് വേണ്ടിയിട്ട് 5.92 ലക്ഷം രൂപയുടെ ടെൻഡർ ക്ഷണിച്ചതായിട്ട് നിങ്ങൾ വാർത്ത വായിച്ചു കാണും. ആ വാർത്ത വിശദമായിട്ട് വായിക്കുമ്പോൾ മരാമത്ത് പണികൾക്ക് വേണ്ടി മാത്രം ക്ലിഫ് ഹൗസിൽ അവർ കൊടുത്ത കണക്കുകൾ വെച്ച് കൂട്ടിച്ചേർത്ത് വായിച്ചാൽ 2.5 കോടി രൂപയാണ് ഇതുവരെ ചെലവഴിച്ചിട്ടുള്ളത്. ഈ വിശദമായ കണക്കുകളും അവർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും ഓർമ്മ കാണും, 25 ലക്ഷം രൂപയാണ് ആ ക്ലിഫ് ഹൗസിൽ ഒരു ലിഫ്റ്റ് പണിയുന്നതിന് വേണ്ടി കൊടുത്തെന്നുള്ളത് മറക്കരുത്. അതോടൊപ്പം തന്നെ വിശദമായ കണക്കുകൾ പറയുന്നത് തൊഴുത്ത് എല്ലാവർക്കും അറിയാമല്ലോ, തൊഴുത്തും മതിലും കൂടി 42.5 ലക്ഷം രൂപ മുടക്കിയത്. ഈ അടുത്തിടെയാണ് വാർത്ത വന്നത് ചാണകക്കുഴിക്ക് വേണ്ടിയിട്ട് 3.72 ലക്ഷം രൂപ മുടക്കിയത്. ടോയ്ലറ്റിന് 3.79 ലക്ഷം രൂപ. സുരക്ഷ കൂട്ടാൻ 39,50,000 രൂപ. ടാറിങ്ങിന് 1,55,000 രൂപ. CCTVക്ക് 15,89,000 രൂപ. മഴക്കാല വൃത്തിയാക്കലിന് 1,69,000 രൂപ. ജനറേറ്ററിന് 6 ലക്ഷം. ബാരക്കിൻ്റെ പണിക്ക് 72,46,000 രൂപ. മരച്ചില്ല് മുറിച്ചതിന് 1,77,000 രൂപ. ഗാർഡുമാരുടെ അലമാരയ്ക്ക് 1,39,000 രൂപ. ഇൻറ്റീരിയർ വർക്കിന് 3,50,000 രൂപ. നടപ്പാതയ്ക്ക് 13,62,000 രൂപ. കർട്ടന് വേണ്ടി മാത്രം ചെലവഴിച്ചത് 7 ലക്ഷം രൂപ. പെയിൻറ്റിങ്, എന്ത് പെയിൻറ്റിങ് ആണെന്നറിയില്ല, പെയിൻറ്റിങ്ങിന് 10,70,000 രൂപ. ഇതെല്ലാം കൂടി കൂട്ടി വെച്ചപ്പോൾ ഞാൻ നോക്കിയപ്പോൾ 2.5 കോടിയാണ് മരാമത്ത് പണിക്ക് വേണ്ടി മാത്രം ക്ലിഫ് ഹൗസിൽ വന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ നമ്മളറിഞ്ഞ കണക്കുകളിൽ കിട്ടുന്നത്. 2.5 കോടി. ഇതെപ്പോഴാണ് സംഭവിക്കുന്നതെന്നറിയാമോ? മറിയക്കുട്ടി ചേച്ചിമാരെ പോലെയുള്ള പലരും പെൻഷൻ കിട്ടാതെ പിച്ചച്ചട്ടി എടുത്ത് തെരുവിലിറങ്ങുമ്പോഴും, ഉച്ചക്കഞ്ഞി സ്കൂളുകളിൽ മുടങ്ങുമ്പോഴും, പട്ടികജാതി പട്ടികവർഗ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കിട്ടാതിരിക്കുമ്പോഴും, സപ്ലൈകോയിൽ ന്യായവില സാധനങ്ങൾ ലഭ്യമാകാതിരിക്കുമ്പോഴും, റേഷൻ കടകളിൽ കൃത്യമായ റേഷൻ സംവിധാനം നടക്കാതിരിക്കുമ്പോഴുമാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി താമസിക്കുന്ന ക്ലിഫ് ഹൗസിൽ മരാമത്ത് പണിക്ക് വേണ്ടി മാത്രം ഇതുവരെ നമ്മൾ വായിച്ച വാർത്തകളിൽ, നമ്മൾ കണ്ട കണക്കുകളിൽ 2.5 കോടിക്ക് മേൽ ചെലവഴിച്ചിട്ടുള്ളത്.